ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ചപ്പാത്തി വെച്ചിട്ട് ഈ ഒരു അടിപൊളി ന്യൂഡിൽസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ചപ്പാത്തിയാണ്. ഇതിങ്ങനെ ചപ്പാത്തി റോൾ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് നീളത്തിൽ സ്ട്രൈപ്സ് ആയിട്ട് കിട്ടും. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു പച്ചമുളക് കുരു കളഞ്ഞിട്ടും അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ്, അതും ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 മുട്ട ഉപ്പും കുരുമുളകും ചേർത്ത് അടിച്ചതാണ്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ആ പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമുക്ക് അതൊന്ന് കുക്കായി വന്നപ്പോഴേക്കും നമ്മൾ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് സെയിം പാനിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു ഗാർലിക് ഇട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന്റെ കളർ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പച്ചമുളകും തക്കാളിയും അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കതിനെ അടച്ചു വെച്ച് തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളി നല്ല രീതിക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിലൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിൽ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു മസാലയുടെ ആ ഒരു പച്ച മണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ടൈമിൽ ആ മസാലയൊക്കെ ഒന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കൂടി തളിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ എല്ലാം കൂടി ആ ഒരു മസാലയും ആ കെച്ചപ്പും ഒക്കെ ഒന്ന് നല്ല രീതിക്ക് മിക്സ് ആകുന്ന പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചപ്പാത്തി ന്യൂഡിൽസ് കൂടി ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന എഗ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യാം. ആ ഒരു ടൊമാറ്റോ സോസ് മിക്സ് ഉണ്ടല്ലോ, അതെല്ലാം ഈ ഒരു ചപ്പാത്തിയുടെ ഓരോ സ്ട്രൈപ്സിലും ആ എഗ്സിലും ഒക്കെ ഒന്ന് കോട്ട് ചെയ്യുന്ന പോലെ നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ആ ഒരു മിക്സൊക്കെ എല്ലായിടത്തും ഈവൻലി കോട്ടഡ് ആയിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ചപ്പാത്തി ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി ന്യൂഡിൽസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. വീട്ടിലൊക്കെ ലെഫ്റ്റ് ഓവർ ചപ്പാത്തീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോമായി കാണാം. അതുവരേക്കും ബൈ.